നമസ്കാരം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സതീശൻ നിങ്ങളോടെല്ലാം ഒന്ന് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നോ? ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ. അതൊന്നുമല്ല, നിങ്ങളെ കുറച്ചുകൂടി റെഡി ആയിട്ടിരിക്കുക, കുറച്ചുകൂടി വിസ്മയങ്ങൾ കാണാം. നിങ്ങൾ കുറച്ചുകൂടി ഒരുങ്ങിയിരിക്കൂ, പല വിസ്മയങ്ങളും കാണാം എന്നല്ലേ പറഞ്ഞു? അതെ, ആ വിസ്മയങ്ങൾ കാണാൻ നിങ്ങൾ ഒരുങ്ങിയോ? ദേ, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം സതീശൻ പറഞ്ഞ ഒരു ബഹുത്ത് ബഡാ വിസ്മയം തലസ്ഥാനത്തെ ചിറയൻകീഴ് കണ്ടു. ഇത്രയും നല്ല വിസ്മയം നിങ്ങൾക്ക് ഇനി ചിലപ്പോ കാണാൻ പറ്റില്ല. നോക്കി കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ എങ്ങനെയുണ്ട്? KPCC പ്രസിഡന്റിന്റെ കോലം കത്തിക്കുന്ന വിസ്മയം നിങ്ങൾ കണ്ടില്ലേ? ഇതുപോലൊരു കാഴ്ച നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളെയും കഴിഞ്ഞ ദിവസം 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഡേറ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ 1.5 മണിക്കൂറിനകത്ത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ റെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് 24 മണിക്കൂറിനകം എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അറിയാലോ. നമ്മുടെ നേരത്തെ കാര്യം ഇവിടെ പുതുപ്പള്ളിയിൽ ഞങ്ങൾ കുടുംബത്തിൽ പോയി ഒരുത്തരെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു, അതുപോലെ തൃക്കാക്കരയിൽ അതേ കുടുംബത്തിൽ നിന്ന് ഒരാളെ അവതരിപ്പിച്ചു, പാലക്കാട് നിങ്ങളിത് കണ്ടില്ലേ? അതുപോലെ ആയിരിക്കും കോൺഗ്രസ്. ഇപ്പോൾ എന്തായി? ഇപ്പോൾ വഴിയിൽ KPCC പ്രസിഡന്റ് ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവരുന്ന കാൻഡിഡേറ്റിന്റെ വരെ കോലം കത്തിക്കുകയാണ്. ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കണ്ട ദൃശ്യമാണ്. ചിറയൻകീഴിൽ അവിടെ രമ്യ ഹരിദാസിനെ കൊണ്ടുവന്ന് നൂലിൽ കെട്ടി ഇറക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയുള്ള സ്ഥാനാർത്ഥികളെല്ലാം മോശമാണ്, റിസർവേഷൻ മണ്ഡലമാണ്. ആ റിസർവേഷൻ മണ്ഡലത്തിൽ ഈ തലസ്ഥാനത്തോ തെക്കൻ കേരളത്തിലോ കൊള്ളാവുന്നുള്ള പിന്നോക്ക വിഭാഗത്തിലുള്ള ആരുമില്ല. അവർക്ക് നേരെ അങ്ങ് വടക്കൻ കേരളത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരികയാണ്. എങ്ങനെ? തൊപ്പിയിട്ട് അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് നേരെ അങ്ങ് ചിറയൻകീഴിലേക്ക് കൊണ്ടുവരികയാണ്. ഈ മണ്ഡലത്തിൽ ഇത്രയും കാലം കഷ്ടപ്പെട്ടവർക്കൊന്നും ഒരു വിലയില്ല, അവരൊക്കെ അടിമകളാണ്. മാടമ്പി സതീശനെല്ലാം പ്രഖ്യാപിക്കുകയാണ്, മര്യാദയ്ക്ക് അനുസരിച്ചോളണം, ഇതാണ് ഞങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാ മൂടിക്കെട്ടി നിന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ചോളണം എന്ന് പറയുന്നിടത്ത് അവർ പ്രതിഷേധിക്കുകയാണ്, കോലം കത്തിക്കുകയാണ്. വിസ്മയം കൃത്യമല്ലേ? അതൊന്നുമല്ല, നിങ്ങളെ കുറച്ചുകൂടി റെഡി ആയിട്ടിരിക്കുക, കുറച്ചുകൂടി വിസ്മയങ്ങൾ കാണാം. കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ
കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ രമ്യ ഹരിദാസ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ സണ്ണി ജോസഫ് കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ കത്തട്ടങ്ങനെ വല്ലാത്ത ജാതി വിസ്മയങ്ങൾ തന്നെ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സതീശൻ പറഞ്ഞ ഈ കാര്യമെങ്കിലും കൃത്യമായിട്ട് നടന്നു കാണുന്നുണ്ടല്ലോ, സന്തോഷമുണ്ട്.